നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. LDC 2024 ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുവരെ സീരിയസ് ആയിട്ട് പഠനം തുടങ്ങാത്ത ഒരുപാട് പേര് കാണും. എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിൻ്റെ സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാർ കാണും. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ്, ട്രെൻഡ് എന്താണ് ഒന്നും മനസ്സിലാക്കാത്ത ഒരുപാട് പേര് കാണും. ചിലർക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് കൺഫ്യൂഷനിലായിരിക്കും. ചില ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ സോഴ്സൊക്കെ കണ്ടുപിടിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ പാറ്റേണൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ട്രെൻഡൊക്കെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളവരും കാണും. അപ്പോൾ ഈ പഠിത്തം തുടങ്ങിയിട്ടില്ലാത്തവർ, ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരിൽ തന്നെ ഉഴപ്പന്മാരുടെ ഒരു ലിസ്റ്റ് പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതുവരെ സീരിയസ് മൂഡിൽ പഠിത്തം തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ആട്ടെ, നാളെ ആട്ടെ, അടുത്ത ആഴ്ചയാട്ടെ, അടുത്ത മാസമാട്ടെ, ഇങ്ങനെ പറഞ്ഞ് പഠനം തള്ളി നീക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ മിനിറ്റും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഏർലിയസ്റ്റ് പഠനം ആരംഭിക്കണം. അത് വെറുതെ അല്ല, സീരിയസ് ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസാണ്. സിലബസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം സിലബസ് മനസ്സിലാക്കണം. അതിന് ശേഷം വേണ്ടത് എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കുന്നിടത്തുനിന്ന് നമുക്ക് ഒരുപാട് മൈലേജ് കിട്ടും. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. എന്തിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സിലബസൊക്കെ വെച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്സൊക്കെ കളക്ട് ചെയ്ത് റാങ്ക് ഫയലൊക്കെ കളക്ട് ചെയ്ത് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോയിരുന്നു പഠിക്കും. നമ്മൾ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നില്ല എന്ന് വെച്ചു. PSCയുടെ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കും അല്ലേ? PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഓരോ എക്സാമും ഡിമാൻഡ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. ഓരോ എക്സാമും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ എക്സാമിന് കൊടുക്കേണ്ടത്. ആ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും നമ്മൾ ഇൻപുട്ട് കൊടുക്കണം അല്ലേ? ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനു വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ ഈ എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ലാസ്റ്റ് 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കാം. ഏതൊക്കെ ഏരിയ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയുണ്ട്, അപ്പോൾ ഷോർട്ടായിട്ടുള്ള ഏരിയയുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹോട്ട് ടോപ്പിക്സ്. PSCക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുണ്ട്, ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി, സിലബസ് മനസ്സിലാക്കി. ഈ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ സിലബസിൽ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ GK അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ മലയാളം, മാത്സ്, ഹിന്ദി, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഇതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ സബ്ജക്ട്സിൽ നമ്മൾ സ്ട്രോങ് ആണ്, ഏതൊക്കെ സബ്ജക്ട്സിൽ നമ്മൾ വീക്കാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സ്, സ്ട്രോങ് സബ്ജക്ട്സ്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നമ്മൾ വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനെ എന്ത് ചെയ്യണം, ഈ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ PSC ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള നോളജ് നമുക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കണം. PSC ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള നോളജിലേക്ക് നമ്മുടെ കോർ സബ്ജക്ട്സിനെ അപ്ഗ്രേഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് ഏതാണ്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ്? ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ്? നമ്മളുടെ വീക്ക് സബ്ജക്ട്സിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ വീക്ക് സബ്ജക്ട്സിൻ്റെ പെർഫോമൻസ്, പീക്ക് ലെവൽ ഓഫ് പെർഫോമൻസിന് നമുക്ക് പറ്റണം എക്സാമിന്. മനസ്സിലായോ? വീക്ക് സബ്ജക്ട്സ് വീക്കായിട്ട് തന്നെ കിടക്കുക. സ്ട്രോങ് സബ്ജക്ട്സിൽ നമ്മൾ ആവറേജ് സ്കോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സ്ട്രോങ് സബ്ജക്റ്റിനെ PSC ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വീക്ക് സബ്ജക്ട്സിൽ നമ്മുടെ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യത്തക്ക വിധം ഉള്ള പ്രിപ്പറേഷൻസും ചെയ്യുക. ഇനി
കുറേ ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കും അല്ലേ, സേ ഒരു 10 lakh ആപ്ലിക്കൻസ് ഉണ്ടെന്ന് വെച്ചു എക്സാമിന്. ഇവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വളരെ സീരിയസ് മോഡിൽ പഠിക്കുന്നവർ, വളരെ സീരിയസ് മോഡിൽ പഠിക്കുന്ന ആൾക്കാർ അല്ലേ, സീരിയസ് മോഡിൽ പഠിക്കുക. ഒന്ന് ഉഴപ്പന്മാർ. ഈ ഉഴപ്പന്മാരെ നമുക്കങ്ങ് കളയാം, നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് കളയാം. ഇനി ഈ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ എന്നേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇവരുടെ കൂടെയാണ് നമ്മൾ ഈ ലിസ്റ്റിലായിരുന്നു. ഇതുവരെ നമ്മൾ ഈ ലിസ്റ്റിലാണ്, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടാൻ പോവാം. ഇവരുടെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതലുള്ള ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവരുടെ പ്രിപ്പറേഷൻസിൻ്റെ അടുത്ത് നമ്മൾ ഓടി എത്തണം. അപ്പോൾ ഇനി എത്ര സമയം കൂടി ഉണ്ട്, മാക്സിമം സമയം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടേതായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമ്മുടെ വീക്ക് സബ്ജക്ട്സും നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ദിവസവും പഠിക്കുക. ഇനി SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, മസ്റ്റാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റാണ്. അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയാൽ ഏകദേശം ഒരു 50% കിട്ടും. നമുക്ക് മൈലേജായി അല്ലേ. അപ്പോൾ SCERT കവർ ചെയ്ത് കഴിയുന്നതോടെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ അകത്തുനിന്ന് തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ഏരിയ, ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കിട്ടും. അപ്പോൾ തന്നെ നല്ലൊരു മൈലേജായി. പക്ഷേ അത് മതിയോ നമുക്ക് എന്താ വേണ്ടേ? നമുക്കിതാ വേണ്ടേ, ടോപ്പ് റാങ്ക്. ഈ ടോപ്പ് റാങ്കിലെത്താൻ ഇതൊരു സ്റ്റാർ അല്ലേ. ഈ സ്റ്റാർ കിട്ടാൻ എളുപ്പമാണോ? അത്ര എളുപ്പമൊന്നുമല്ല ഈ സ്റ്റാർ കിട്ടാൻ എന്താ വേണ്ടേ? എക്സ്ട്രാ എഫേർട്ട് ഇടണം. എക്സ്ട്രാ എഫേർട്ട് ഇസ് റിക്വയർഡ്. എന്തിന്? ഈ സ്റ്റാർ കിട്ടാൻ. ഈ എക്സ്ട്രാ എഫേർട്ടാണ് നമ്മൾക്ക് എന്ത് മേടിച്ചു തരുന്നത്? സ്റ്റാർ മേടിച്ചു തരുന്നത്. ദാറ്റ് ഇസ് ടോപ്പ് റാങ്ക്. നമുക്ക് ഈ ടോപ്പ് റാങ്കാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വെറുതെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് റാങ്കാണ് എയിം ചെയ്യേണ്ടത്. അതിനെന്ത് വേണം? എക്സ്ട്രാ എഫേർട്ട് വേണം. അത് നമ്മുടെ ബുദ്ധിശക്തിയൊന്നും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യൊന്നും വേണ്ട. എനിക്ക് അത്രയും ടാലൻ്റ് ഇല്ല, ഞാൻ അത്രയും ഇൻ്റലിജൻ്റ് അല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എന്തായാലും 10ാം ക്ലാസ് വരെ പഠിച്ചവരാ അല്ലേ. ഈ ക്ലാസ്സസൊക്കെ സുഖമായിട്ട് പാസ്സായ ആൾക്കാരാ. ഇതിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ചോദിക്കുന്നത്. പിന്നെന്താ, കറണ്ട് അഫേഴ്സൊക്കെ പഠിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എന്താ, PSC ഡിമാൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. PSC ഡിമാൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നിരിക്കണം. അതൊരു മസ്റ്റാണ്. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറും. അതിനെന്താ വേണ്ടേ? ടോപ്പ് റാങ്കിലാകാൻ എന്താ വേണ്ടേ? ആ എക്സ്ട്രാ എഫേർട്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടേതായ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ കൂട്ടി കൊണ്ടുവരണം. ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ പഠിത്തം ഒരു അഡിക്ഷനായിട്ട്, ഒരു ലഹരിയായിട്ട് മാറും. അപ്പോൾ കൂടുതൽ അറിവ് നേടുക എന്നുള്ളത് ഫണ്ണായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ടയേർഡ് ആവത്തില്ല, ക്ഷീണിക്കത്തില്ല, ഫെഡപ്പൊന്നും ആവത്തില്ല. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ആസ്പിറൻസിനെ എടുക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? എല്ലാ ആസ്പിറൻസിനെയും എടുക്കുകയാണെങ്കിൽ അവർക്ക് ടൈം. എല്ലാവർക്കും എക്സാമിന് മുന്നേ ഇത്രയും ടൈമേ ഉള്ളൂ. ആർക്കും ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അതിപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, തുടക്കക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് എക്സാം എഴുതുന്നവരായിക്കോട്ടെ, അതൊന്നും ഒരു വിഷയവുമല്ല. PSCക്ക് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരേ ടൈമാണ്. ആ പറയുന്ന ഡേറ്റിൽ എല്ലാവരും എക്സാം എഴുതണം. എല്ലാവർക്കും സിലബസ് ഒരുപോലെയാണ്. ആർക്കും കുറച്ച് കൊടുത്തിട്ടും കൂടുതൽ കൊടുത്തിട്ടും ഒന്നുമില്ല. അതുകൊണ്ട് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ടൈമാണ്. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈമിൽ ആരാണോ എക്സ്ട്രാ എഫേർട്ട് ഇടാൻ തയ്യാറാകുന്നത് അവർക്കുള്ളതാണ് ആ ടോപ്പ് റാങ്ക്. ഏതാണ്? ആ നക്ഷത്രം. അവർക്കുള്ളതാണ് ആ ടോപ്പ് റാങ്ക്. അപ്പോൾ ഈ നക്ഷത്രം മേടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനെന്താ വേണ്ടേ? എക്സ്ട്രാ എഫേർട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, സിലബസ് മനസ്സിലാക്കുക, പാറ്റേൺ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഇനിയും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.